ഹലോ ഫ്രണ്ട്സ്, നമുക്ക് CBSEയുടെ വരുന്ന ഫസ്റ്റ് ബോർഡ് എക്സാമിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടി NCERT എക്സാംപ്ലാറിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തുടങ്ങാം. സോ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ടു സർക്കിൾസ് വിത്ത് റേഡിയ R1 and R2 is equal to the area of a circle of radius R, then first option is R1 plus R2 equal to R, second one is R1 plus R2 less than R, third one is R1 plus R2 square equal to R square, and fourth option R1 plus R2 square less than. അപ്പോൾ നമുക്ക് നോക്കാം. ഏരിയ ഓഫ് ദ സർക്കിൾ വിത്ത് റേഡിയസ് R1 ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ R1 സ്ക്വയർ. നമുക്കറിയാം സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പൈ R സ്ക്വയർ. നൗ അടുത്തത് ഏരിയ ഓഫ് ദ സർക്കിൾ വിത്ത് റേഡിയസ് R2 റേഡിയസ് ആയിട്ടുള്ള സർക്കിളിൻ്റെ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ R2 സ്ക്വയർ. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ദേ സം ഇറ്റ് ഈസ് പൈ R1 സ്ക്വയർ പ്ലസ് പൈ R2 സ്ക്വയർ. ഓക്കെ, അതായത് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ട് ഈ രണ്ട് ഏരിയയും കൂടെ കൂട്ടി വെച്ചിട്ട് കിട്ടുന്ന ന്യൂ സർക്കിളിൻ്റെ റേഡിയസ് അതാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഏരിയ ഓഫ് ന്യൂ സർക്കിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ R സ്ക്വയർ. ഇനി നമുക്ക് നോക്കാം ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. പൈ R സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു പൈ R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ. അപ്പോൾ ഇനി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയും പൈ ഉണ്ട് ഇവിടെയും പൈ ഉണ്ട്. സോ ബോത്ത് സൈഡ്സ് ഇറ്റ് ഇസ് കമ്മിങ്, ദാറ്റ് മീൻസ് വി ക്യാൻ ക്യാൻസൽ ഇറ്റ്. ഇങ്ങനെ നമുക്കത് ക്യാൻസൽ ചെയ്യാം. നൗ വി ഗോട്ട് R സ്ക്വയർ ഇസ് ഈക്വൽ ടു R1 square plus R2 square. So this is the correct option. Now question number 2. If the sum of the circumferences of two circles with radii R1 and R2 is equal to the circumference of a circle of radius R, then R1 plus R2 equal to R, R1 plus R2 greater than R, R1 plus R2 less than R, nothing definite can be said. Okay, അപ്പോൾ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ വിത്ത് റേഡിയസ് R1, റേഡിയസ് R1 ആയിട്ടുള്ള സർക്കിളിലെ സർക്കംഫറൻസ് ഫോമിൽ നമുക്കറിയാം ഇറ്റ് ഈസ് 2 പൈ R. അപ്പോൾ ഇവിടെ റേഡിയസ് R1 ആണ്, സോ വി വിൽ റൈറ്റ് 2 പൈ R1. ഇനി സർക്കംഫറൻസ് ഓഫ് സർക്കിൾ വിത്ത് റേഡിയസ് R2, അപ്പോൾ ദാറ്റ് വിൽ ബി 2 പൈ R2. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഈ രണ്ട് സർക്കംഫറൻസും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന സർക്കംഫറൻസ് ഉള്ള സർക്കിളിലെ റേഡിയസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ their sum, ഈ രണ്ട് സർക്കംഫറൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? their sum will be 2 പൈ R1 പ്ലസ് 2 പൈ R2. രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, സോ ഹിയർ കോമൺ ആയിട്ട് എന്തുണ്ട്? 2 പൈ ഹിയർ ആൾസോ ആൻഡ് ഹിയർ ആൾസോ 2 പൈ. സോ അതിന് നമുക്ക് പുറത്തെടുക്കാൻ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. നൗ ഇൻസൈഡ് ദ ബ്രാക്കറ്റ് വാട്ട് ഈസ് ലെഫ്റ്റ്? ഹിയർ ഇറ്റ് ഈസ് R1, പിന്നെ ഇവിടെ ആണെങ്കിൽ R2. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ സർക്കംഫറൻസ് ഓഫ് ദ ന്യൂ സർക്കിൾ എന്താണത്? ഇത് രണ്ട് സർക്കംഫറൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതിൻ്റെ റേഡിയസ് ആണെങ്കിൽ ക്യാപിറ്റൽ ആറും ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പൈ R. ഓക്കെ, എന്നാൽ നമുക്കത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 2 പൈ R ഇസ് ഈക്വൽ ടു 2 പൈ R1 പ്ലസ് R2. നൗ സി ഹിയർ ആൾസോ 2 പൈ, ഹിയർ ആൾസോ 2 പൈ. അപ്പോൾ എന്ത് ചെയ്യാം? വി ക്യാൻ ക്യാൻസൽ ഇറ്റ്. Now what is left? R is equal to R1 plus R2, and that is equal to option A. Okay. Now question number 3. If the circumference of a circle and the perimeter of a square are equal, then the area of the circle is equal to the area of the square. Area of the circle greater than area of the square. Area of the circle less than area of the square. Nothing definite can be said. Let's see. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഇസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ. സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുമ്പോൾ ഫോർമുല നമുക്കറിയാം ഇറ്റ് ഈസ് 2 പൈ R ആൻഡ് സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ. പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ പറയുമ്പോൾ ഫോർമുല എന്താ? 4 ഇൻറ്റു ഇപ്പോൾ സൈഡ് എ ആണെങ്കിൽ എ, 4 ഇൻറ്റു എ. നൗ സി ഹിയർ വി ഹാവ് 2, ഹിയർ യു ഹാവ് 4. സോ ഇനി ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 2. ഇപ്പോൾ നമുക്ക് കിട്ടി പൈ R ഇസ് ഈക്വൽ ടു 2a. ദാറ്റ് മീൻസ് 22/7 പൈൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ ഇൻറ്റു R ഇസ് ഈക്വൽ ടു 2
into a. Now r is equal to 2 into a cross multiplication cheyaണെങ്കിൽ into 7 by 22 താഴോട്ട് വരും. Then cancel ചെയ്താൽ 2 ഉം 22 കൂടെ cancel ചെയ്താൽ it will be 11 here. That means r is equal to 7a by 11. Now we have to compare their areas. അല്ലേ, ഏരിയാസ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ ഏരിയ ഓഫ് ദ സർക്കിൾ ഫോർമുല എന്താ? ഏരിയ ഓഫ് എ സർക്കിൾ ഈസ് പൈ ആർ സ്ക്വയർ. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ആർ എന്താ കിട്ടിയിട്ടില്ല, ഇറ്റ് ഈസ് 7a by 11. ഓക്കെ, ദാറ്റ് വിൽ ബി പൈ ഇൻറ്റു 7a by 11 whole square. See, r square, that means നമ്മൾ ആറിൻ്റെ വാല്യൂ 7a by 11 കൊടുത്താൽ അതിന് സ്ക്വയർ ചെയ്യണം. ഓക്കെ, ഇനി പൈന് 22 by 7 വാല്യൂ കൊടുക്കാം. 22 by 7 ഇൻറ്റു 7a by 11 into 7a by 11. Okay, so 7 and 7 got cancelled. Now 11 ഇവിടെ 2 പ്രാവശ്യം. Finally we got 2 7s are 14a by 11, not a into a square. Okay, 14 by 11 a square. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് എങ്ങനെയാണ്? 14 by 11 a square ആണല്ലോ. ഓക്കെ, 14 by 11 അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്രോക്സിമേറ്റ്ലി 1.2 വരും. 1.2 a സ്ക്വയർ വരും. അതായത് ഏരിയ ഓഫ് ദ സർക്കിൾ വരുന്നത്, ഏരിയ ഓഫ് സർക്കിൾ is coming as 1.2 a square. ഓക്കെ, പിന്നെ നമുക്കറിയാം ഏരിയ ഓഫ് ദ സ്ക്വയറിൻ്റെ ഫോർമുല എന്താണ്? ഏരിയ ഓഫ് സ്ക്വയർ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ് ഓർ എ സ്ക്വയർ അല്ലേ. നൗ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നോക്കാം. ഏരിയ ഓഫ് സർക്കിൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയിട്ടുള്ളത്? ഏരിയ ഓഫ് സർക്കിൾ ഈസ് 1.2 a സ്ക്വയർ. അതായത് 1.2 ഇൻറ്റു ഏരിയ ഓഫ് സ്ക്വയർ അല്ലേ. എ സ്ക്വയർ ഏരിയ ഓഫ് ദ സ്ക്വയർ അല്ലേ. അപ്പോൾ ഏതാണ് വലുത്? അതായത് ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ ഏരിയ ഓഫ് ദ സ്ക്വയർ. അതാണ് കറക്റ്റ് ഓപ്ഷൻ. Now question number 4. Area of the largest triangle that can be inscribed in a semicircle of radius r units is r square units, 2r square units, half r square units, root 2r square units. Let's see. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് റേഡിയസ് 6 വരുന്ന ഒരു സെമി സർക്കിളിനകത്ത് വയ്ക്കാൻ പറ്റുന്ന വലിയ മാക്സിമം വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര വരും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് നമ്മൾ സെമി സർക്കിളായിട്ട് എടുത്തു. സപ്പോസ് ദിസ് ഇസ് ദ സെമി സർക്കിൾ. ഹിയർ ഇറ്റ് ഈസ് സെൻറ്റർ O. ഇങ്ങോട്ട് റേഡിയസ്, ഇങ്ങോട്ടും റേഡിയസ് അല്ലേ. അപ്പോൾ ഇതാണ് ഡയമീറ്റർ. ദെൻ ദിസ് ഇസ് ദ റിക്വയർഡ് ട്രയാങ്കിൾ. അപ്പോൾ ഈ ട്രയാങ്കിളുടെ ബേസ് ആയിട്ട് വരുന്നത് എന്താ? ബേസ് ആയിട്ട് വരുന്നത് ഡയമീറ്റർ ഓഫ് ദ സെമി സർക്കിൾ അല്ലേ. ഡയമീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു r plus r and 2r. So base we got 2r. And what will be the height? Height is also the radius of the circle. Height is r. Now we know area of a triangle is equal to half into base into height. അതായത് half into, here the base is 2r and height is r. So 2 and 2 gets cancelled and finally we got r square. So area is equal to r square. അതാണ് correct option. Now question number 5. If the perimeter of a circle is equal to that of a square, then the ratio of their areas is 22:7, 14:11, 7:20, 11:14. Okay, now radius of the circle is r. So perimeter എന്തായിരിക്കും? 2 pi r. Now let us take side of the square as a. അപ്പോൾ perimeter will be 4a. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് perimeter of the circle is equal to perimeter of the square. That means 2 pi r is equal to 4a. Now let us compare it.
2 pi r is equal to 4a. So here 2, here 4. So it will be 2a here. Now pi r is equal to 2a. That means 22 by 7. When you take the value of pi into r is equal to 2 multiplied by a. That 22 into r is equal to 2a into 7. Now r is equal to 2a into 7 by 22. Now when you cancel like this, it will be 7. So it will be 7 by 11a. Now we got r as 7 by 11a. Okay, അപ്പോൾ r നമുക്ക് 7 by 11a കിട്ടി. Now area of the circle നോക്കാം. Area of circle that is equal to pi r square. അതായത് pi into r നമുക്ക് വാല്യൂ കിട്ടിയത് 7 by 11a into 7 by 11a the whole square. Okay, so that will be 22 by 7 into 7 by 11 into 7 by 11 because the square is on the top. The whole square ആണ്. അപ്പോൾ എല്ലാം നമ്മൾ സ്ക്വയർ ചെയ്യണം. 7 by 11 into 7 by 11 into a. Okay, a into a is a square. Let it be. ഇപ്പോൾ ക്യാൻസലേഷനൊക്കെ കഴിയുമ്പോൾ എങ്ങനെ വരും? Now 11 2 അങ്ങനെ നമുക്ക് കിട്ടി. That is 2 sevens are 14 and here it is 11. 14 by 11 a square. Okay, now area of the square എന്തായിരിക്കും? Area of square that is equal to a square. Area of the square a square ആണ്. സൈഡ് a ആണെങ്കിൽ അല്ലേ? Now we have to find the ratio. നമ്മൾ റേഷ്യോ കാണും. അപ്പോൾ അതായത് ഏരിയ ഓഫ് സർക്കിൾ ബൈ ഏരിയ ഓഫ് സ്ക്വയർ അതിൻ്റെ റേഷ്യോ എടുക്കുകയാണ്. So that will be 14 by 11 a square by area of the square a square അല്ലേ? That will be 14 by 11 a square. ഇതിൻ്റെ എ സ്ക്വയറിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവിഷൻ അല്ലേ? അപ്പോൾ സോ ഇറ്റ് വിൽ ബി 1 by a square. അപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 14 by 11. അതായത് റേഷ്യോ എന്താണ്? 14:11. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.